Hello, Makkale. Welcome back to Learnino. So, +1 science group എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും most welcome to Learnino, and this is your space. നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ്, നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ, ലേണിംഗ് ടിപ്സ്, അതേപോലെ തന്നെ +1 +2 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഇതൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ മെന്റേഴ്സ് വിൽ ഹെൽപ്പ് യു. അതേപോലെ തന്നെ നമ്മുടെ ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സസും ഉണ്ട്. +1 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാലുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസിനുള്ള ക്ലാസ്സസും അങ്ങനെ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേണിനോയുടെ ഫാക്കൽറ്റീസ് എല്ലാം റെഡിയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ +1 +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് അല്ലെ. അതായത് നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ടു, സ്കൂളിലാണ് ക്ലാസ് എങ്കിലും സ്കൂളിൽ നിന്ന് ഇനി അടുത്തത് കോളേജിലേക്ക് പോകുന്നതിനിടയിലുള്ള ഒരു പീരീഡ്. അപ്പൊ നിങ്ങൾ വളരെയധികം ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം +1 +2 ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിന്റെ സിലബസ് ആണ്. അപ്പൊ +1 ഫിസിക്സിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ എന്താണെങ്കിലും സിലബസിൽ വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങളുടെ എക്സാം പാറ്റേണിലും മാർക്കിംഗ് സ്കീമിലും ഒക്കെയാണ് വ്യത്യാസം ഉണ്ടെങ്കിലും പഠിക്കാനുള്ളത് ഒരേ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, ഇപ്പൊ കീം ആണെങ്കിലും അല്ലെങ്കിൽ നീറ്റ് ആണെങ്കിലും IIT JEE പോലുള്ള എക്സാമിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ലെവലിൽ വേണം പഠിക്കാനായിട്ട് എല്ലാവരും, ഏത് സിലബസ് ആണെന്നുണ്ടെങ്കിലും. അപ്പൊ നമുക്ക് എന്താണ് +1 ഫിസിക്സിന്റെ സിലബസ് എന്നുള്ളത് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇത് നമ്മള് CBSE പാറ്റേണിലുള്ള സിലബസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സെയിം തന്നെയാണ് സ്റ്റേറ്റ് സിലബസുകാർക്കും വരുന്നത്. ആ യൂണിറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാപ്റ്ററിന്റെ പേരിലൊക്കെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെന്റ്സ്. ഓക്കെ, ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെന്റ്സ് അതൊരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡ്, ഒപ്പം മെഷർമെന്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത് സയൻസിന്റെ ഒരു ബേസ് ആണ്. നമ്മൾ എത്ര വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചാലും അതിന്റെ യൂണിറ്റ്സ് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്യാന്ന് വിചാരിക്കുക, പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തു, നമ്മൾ ടൈം എടുത്തൊരു പ്രോബ്ലം ഒക്കെ ചെയ്തു, ആൻസർ എഴുതുമ്പോൾ യൂണിറ്റ് എഴുതാൻ മറന്നുപോയാൽ മാർക്ക് പോകും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ ടീച്ചേഴ്സ് ചോദിക്കും, ഇതെന്തത്, ഇത്ര എണ്ണം ചക്കയാണോ മാങ്ങയാണോ? കാരണം നമ്മൾ യൂണിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല. ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ ടേം, നമ്മളിപ്പോ സംതിങ്, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു യൂണിറ്റ് നമുക്ക് എഴുതണം, ഇപ്പൊ ഇത്ര m/s എന്ന് നമ്മൾ എഴുതിയില്ലെങ്കിൽ നമ്മൾ അവിടെ എഴുതുന്ന ആ നമ്പേഴ്സിന് ഒരു വാല്യൂ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് യൂണിറ്റ് എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെന്റ്. സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് വരുന്നത് മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ ആൻഡ് മോഷൻ ഇൻ പ്ലെയിൻ, കൈനമാറ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് കൈനമാറ്റിക്സ്. ദെൻ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷൻ. ഓക്കെ, ലോസ് ഓഫ് മോഷൻ അനദർ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. അപ്പൊ ഇതില് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് വർക്ക് എനർജി പവർ. എന്താണ് വർക്ക് എനർജി പവർ? അതിന് മുന്നേ ഒരു കാര്യം പറയാം, ഈ ആദ്യത്തെ 3 യൂണിറ്റിൽ നിന്നാണ് 23 മാർക്സ് വരുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് 3 യൂണിറ്റ്സ്. ഫോർത്ത് യൂണിറ്റ് വർക്ക് എനർജി പവർ. ദെൻ അടുത്ത യൂണിറ്റ് വരുന്നത് മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ ആൻഡ് മോഷൻ. ഇതൊക്കെയാണ് യൂണിറ്റ് 5 വരുന്നത്. ആൻഡ് യൂണിറ്റ് 6 ഗ്രാവിറ്റേഷൻ, another interesting chapter, gravitation. അടുത്തത് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്ററിൽ നിങ്ങൾക്ക് സോളിഡ്സിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഫ്ലൂയിഡ്സിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി, അതുപോലെ മാറ്ററിന്റെ തെർമൽ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നതാണ് അടുത്ത യൂണിറ്റ്. നെക്സ്റ്റ് വൺ ഇസ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അടുത്തത് ബിഹേവിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസസ് ആൻഡ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ആൻഡ് അടുത്ത യൂണിറ്റ് വരുന്നത് ദ ലാസ്റ്റ് യൂണിറ്റ് ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. ഓക്കെ, സോ ബിടെക് കഴിഞ്ഞിട്ട്
ദാറ്റ് ഈസ് +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിനൊക്കെ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ഈ പറഞ്ഞ സബ്ജക്റ്റ് ഒക്കെ തറവായിട്ട് പഠിക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നിങ്ങൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. ഓരോ സ്ട്രീമിലും ഡിഫറെന്റ് ആയിരിക്കും. കാരണം മെക്കുകാര്, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ഓരോ ബ്രാഞ്ചുകാരും ഡിഫറെന്റ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ +1 +2 പഠിക്കുന്ന ഫിസിക്സ് ആണ് ഇതിന്റെ ബേസ്. ഇത് നിങ്ങൾ ജസ്റ്റ് വെറുതെ എന്തെങ്കിലും എക്സാം എഴുതാൻ വേണ്ടി പഠിച്ചിട്ട് പോവാന്നുള്ളതല്ല. നമ്മൾ പഠിക്കണ കാര്യങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അപ്പൊ നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത സ്റ്റുഡൻസ് എന്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് തന്നെയായിരിക്കും പോവുക അല്ലെ, ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത്. അപ്പൊ ഈ പഠിച്ച കാര്യത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും അവിടെ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതൊന്നും കോൺസെപ്റ്റ് ക്ലിയർ അല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് ഡിസ്കഷൻ നമുക്ക് പിന്നീട് വെക്കാം. ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി സെഷൻ മാത്രമാണ്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനുള്ള ക്ലാസ്സസ്, ടിപ്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കളെ, ഹാപ്പി ലേണിംഗ്.